കേരളത്തിൻ്റെ യാത്രാ സൗകര്യത്തിന് അതിവേഗ റെയിൽ വേണം എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടാകില്ല. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ അതിൻ്റേതായ സൗകര്യം അനുഭവിക്കുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാകണമെന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേകമായ ലൈൻ വേണം. അതിലൂടെ മാത്രമേ നല്ല വേഗതയിലുള്ള ട്രെയിൻ ഓടിക്കാൻ പറ്റൂ. പക്ഷേ ആ ആശയം വന്നപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. ശക്തമായ എതിർപ്പ് കേരളത്തിൽ തന്നെ ഉയർന്നു വന്നു. അപ്പോൾ കേരളത്തിന് അതിവേഗ റെയിൽ നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ ഒരു ഭാഗം നൽകാതിരിക്കുന്ന സമീപനത്തോടാണ് യോജിക്കുക എന്ന കണക്കൂട്ടലിൽ കേന്ദ്ര ഗവൺമെൻറ് എത്തുന്നു, BJP എത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ അവിടെയും ഭരണവും പ്രതിപക്ഷമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് അവരൊന്നിച്ചു നിൽക്കും, ഒന്നിച്ച് ശബ്ദമുയർത്തും, പാർലമെൻറ്റിൽ ശബ്ദമുയർത്തും. അക്കാര്യത്തിൽ നാടിൻ്റെ ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമില്ല. ഇവിടെ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറല്ല എന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് നമ്മുടെ അവകാശം നിഷേധിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതിനിടയാക്കി എന്നത് നാം കാണണം. അപ്പോൾ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ലീഗും ഇവരെല്ലാം ഒരേ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്.